അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗമായ പുതിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട വലിയുല്ലാഹി സുലൈമാൻ മുസ്ലിയാരെക്കുറിച്ചാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് നിങ്ങൾ ആദ്യമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹിജറ 1299 മംഗലാപുരത്തിനടുത്തുള്ള നെഞ്ചനാടിയിലാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ ജനിച്ചത്. ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ ഇഷ്ടശിഷ്യനായ സുലൈമാൻ മുസ്ലിയാർ വായക്കാട് ദാറുൽ ഉലൂമിലായിരുന്നു പഠനം നടത്തിയത്. പഴമക്കാർക്കിടയിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു: സുലൈമാൻ മുസ്ലിയാരുടെ സോപ്പ് വാങ്ങിയവരും വാങ്ങാത്തവരും ദുഃഖിക്കുമെന്ന്. വാങ്ങിയ ആളുകൾ ഇനി അത് ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ എന്നും, വാങ്ങാത്തവർ ഞങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നും ഓർത്തുകൊണ്ടായിരുന്നു ദുഃഖിക്കുന്നത്. ആ സോപ്പിൽ തന്നെ ഒരുപാട് ഫലങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒരുപാട് കറാമത്തിനുടമയായ സുലൈമാൻ മുസ്ലിയാർ ഖാദിയാനികൾ, അതുപോലെ തന്നെ കൊടുവള്ളിക്കടുത്ത കോരൂർ ഷെയ്ഖ് തുടങ്ങിയ ആളുകളോട് ഖണ്ഡനം നടത്തുകയും അതിലൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോരൂരിലെ കള്ളഷെയ്ഖായ മുഹമ്മദിനോട് ഖണ്ഡനം നടത്തുകയും അങ്ങനെ ചുടുവെള്ളത്തിൽ ഇറങ്ങാൻ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. അവർ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഷെയ്ഖിൻ്റെ ആളുകൾ ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാരെ കാളവണ്ടിയിലെത്തിയ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞു: കാളകളിൽ ഒന്ന് നടക്കുകയില്ല. അങ്ങനെ പോലീസുകാർ കാളവണ്ടിയിൽ കയറ്റി പോവാൻ നേരത്ത് ഒരു കാള നിലത്ത് മുട്ടുകുത്തി ഇരുന്നു. മറ്റേ കാള നടക്കാൻ ശ്രമിച്ചു. അങ്ങനെ പോലീസുകാർ മനസ്സിലാക്കി ഇത് ഒരു സാധാരണ ആളല്ല എന്ന്. മനസ്സിലാക്കിയ പോലീസുകാർ ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാരെ വിട്ടയച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പുതിയറയിലെ ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ അകലെയായിട്ടാണ്. അപ്പോൾ അവിടെ വരുന്ന ആളുകളൊക്കെ ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാരെ സിയാറത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ സിയാറത്ത് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.